അപ്പോൾ ഇത് നമ്മൾ അധികം അതിൻ്റെ മെത്തഡോളജിയിലേക്കൊന്നും പോയില്ല. ഡയറക്റ്റ് റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സീറോ ആക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് മാത്രം നോക്കി അങ്ങ് പോവുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ റാങ്ക് കണ്ടുപിടിക്കുന്ന എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, മെട്രിക്സ് എടുത്ത് എഴുതുന്നു. ലെറ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഒന്നുകൂടെ ഞാൻ എഴുതുക. എന്തായാലും നമുക്കിത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ മെട്രിക്സ് നമുക്കറിയാം, 3 എന്താണ്, -4 -1 2. അപ്പോൾ 1 2 3 4 4 കോളം ഉണ്ട്. 1 2 3 4 റോയും ഉണ്ട്. അപ്പോൾ 4 റോയും 4 കോളവും ഉണ്ട്. അപ്പോൾ 4x4 മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് അതിനെ തരണമെന്നില്ല കേട്ടോ. നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത ഒരെണ്ണം അടുത്തൊരു പാർട്ടിൽ ചെയ്യാം. അതുകൂടെ കൊണ്ട് നമ്മുടെ എക്ലോൺ ഫോമിലുള്ള കൺവേർഷൻ ചെയ്തിട്ട് റാങ്ക് കണ്ടുപിടിക്കുന്ന പരിപാടി നമ്മൾ തീർക്കുവാണ്. അടുത്ത പോർഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. കാര്യം ഇതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. കാര്യം പിന്നെ അങ്ങോട്ട് ഏത് സാധനം വന്നാലും മെത്തഡോളജി നിങ്ങൾക്ക് കിട്ടുമല്ലോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെയ്തു പോയാൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ കൺവേർഷൻ നമുക്കറിയാം. ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് എനിക്ക് സീറോ ആക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. കാരണം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആകുന്ന ഇല്ല. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്ത് പിടിക്കണ്ട. പിന്നെ നമുക്ക് രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് സീറോ ആവണം. മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ 2 എലമെൻറ്റ് സീറോ ആവണം. നാലാമത്തെ റോയിൽ ആദ്യത്തെ 3 എലമെൻറ്റ് സീറോ ആവണം. അപ്പോൾ ഓരോ റോ കൂടുന്തോറും സീറോ ആവേണ്ട ആദ്യത്തെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കൂട്ടി പോവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വട്ടമൊട്ടൊക്കെ വയ്ക്കുക ആദ്യമേ. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് 1 കിടക്കുന്നത് നമ്മുടെ ഓപ്പറേഷൻസ് എളുപ്പമാകും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ആണ്ടെന്ന് നോക്കി R2 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഫസ്റ്റ് റോ, ഇതിപ്പോൾ R1 എന്ന് പറയുന്നത്, ഇത് R2, ഇത് R3, ഇത് R4. ഈ R2 എന്ന് പറയുന്ന റോ എടുത്ത് R1ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ R1ഉം R2ഉം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. റോ ഓപ്പറേഷൻസ് എന്ന് നമുക്ക് നടത്താം. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ഇവിടെ വരുന്ന ഒരു റോ കിട്ടും. അപ്പോൾ അത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെട്രിക്സിലെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് എങ്കിൽ ഞാൻ ഒന്നും നടത്തുന്നില്ല, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. R1ഉം അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും R1ഉം R2ഉം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ ആരോ ഇട്ടാൽ മതി. അത് അങ്ങോട്ടും ആരോ ഇടുക, ഇങ്ങോട്ടും ആരോ ഇടുക. അപ്പം ഇൻ്റർചേഞ്ച് ആയി. R1 R2 ആയി, R2 R1 ആയി. അപ്പോൾ ഈ റോ എന്ന് പറഞ്ഞാൽ മേളിൽ പോകും. അപ്പോൾ ഈ റോ മേളിൽ പോകുമ്പോൾ ഈ ഒരു റോ നമ്മൾ തെറ്റാതെ എഴുതണം കേട്ടോ. ഫസ്റ്റ് എലമെൻറ്റ് 1, സെക്കൻഡ് എലമെൻറ്റ് 7. തെറ്റിപ്പോകരുത്. നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ എലമെൻറ്റ് 3, നാലാമത്തെ എലമെൻറ്റ് 1. അപ്പോൾ അത് അതേപോലെ എഴുതുക. മുകളിലത്തെ റോ ഇങ്ങനെ താഴെ. അപ്പോൾ ഇത് മുകളിലേക്കും പോകും, ഇതെന്ത് ചെയ്യും, താഴേക്കും വരും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു റോ ഇവിടെ കയറും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്, 3. ഇതെന്താ അടുത്ത എലമെൻറ്റ് -4. കണ്ട, മാറിയണ്ട, കൈ വെച്ച് തന്നെ എഴുതുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 2 നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കി താവട്ട് ഏതാ കിടന്നോട്ടെ. ഇപ്പോൾ 5 -2, 5 4 അതിന് മാറ്റമൊന്നുമില്ല. 9 -3 7 7 അതിന് മാറ്റമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ ഒരു പരിപാടിയായി. പിന്നെ നമുക്ക് ഈ ഒരു എലമെൻറ്റ് എന്താക്കണം, അടുത്ത ഇതിൽ സീറോ ആക്കണം. അപ്പം ഞാൻ എല്ലാം ഫസ്റ്റ് എലമെൻറ്റ്സും ഒറ്റ റോയിൽ സീറോ ആക്കി ഇങ്ങ് പോകുന്നതാണ് നല്ലതെന്നുള്ളതുകൊണ്ട് അങ്ങനെ സീറോ ആക്കി പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ എഴുതാം. ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ ഓപ്പറേഷൻസൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് ഇടാം. നോക്കിയോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ലേ. അപ്പോൾ അത് അതേപോലെ എഴുതി. 1 7 എക്ലോൺ ഫോമിൽ എന്തായാലും ഫസ്റ്റ് എലമെൻറ്റ് 1 ആവുന്നതാണ് നല്ലത്. 3 1. ഓക്കെ. അപ്പോൾ ഇതായി, ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി ഈ എലമെൻറ്റാണ് സീറോ ആകണം. 3 0 ആവണം. അപ്പോൾ 3 0 ആവണമെങ്കിൽ നമുക്ക് ഈ R2 ഫുള്ള് ചേഞ്ച് ചെയ്യണം. ഇതാണ് സെക്കൻഡ് റോ. R2 ഞാൻ ഫുള്ള് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാം. R2 ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് R2 ഇട്ടിട്ട് ആര് വരണം. 3 0 ആവണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യല്ലേ പറ്റൂ. അതായത് R2 എന്ന് പറയുന്നത് R1ഉമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. R2 R1ഉം കൂടെ മൈനസ് ചെയ്താൽ 0 ആവത്തില്ല. R2 എന്ന് പറയുന്നത് മൈനസ് ചെയ്യുന്നത് 3. ഇപ്പോൾ 3 0 ആവണമെങ്കിൽ ഇവിടെയും 3 വരണം. ഇവിടെ 3 വരണമെങ്കിൽ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് R1നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ശേഷം മാത്രമായിരിക്കണം R2നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 3 നിന്ന് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ റോ ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ എഴുതും, R2 മൈനസ് ദാറ്റ് ഈസ് 3 മൈനസ് 3 ഇൻറ്റു R1. അപ്പോൾ ഇത് എന്തായിട്ട് നമ്മൾ കണ്ടാൽ മതി, R2 ആയിട്ട് കണ്ടാൽ മതി. ഇതെന്തായിട്ട് കാണണം, R1 ആയിട്ട് കാണണം. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ 3 ഇൻറ്റു R2 നമ്മൾ എടുക്കേണ്ട. R2 എത്രയാണോ R2 മൈനസ് ഇവിടെ 3 ഇൻറ്റു R1. അപ്പോൾ 3 മൈനസ് 3 എന്ന് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ R2 മൈനസ് 3 R1 ഇതാണ് നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
അപ്പം നമുക്ക് അത് ഇനി വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ഇതാണ് സംഭവം R2 - 3 × R. വേണമെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് തന്നെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഇതേപോലെ. അപ്പോൾ നമുക്ക് കറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതായത് R2ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന എലമെൻറ്റ് എത്ര 3 -3 × R1. R1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന എലമെൻറ്റ് 1 0 വന്നുണ്ടോ ഫസ്റ്റ് എലമെൻറ്റ് 0. അപ്പോൾ അതേപോലെ എല്ലാ എലമെൻറ്റ്സും -4 ഉം 7 ഉം -1 ഉം 3 ഉം 2 ഉം 1 ഉം ഇതേ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - 3 R1. അപ്പോൾ ഇതേ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ഇതിൽ വരേണ്ട എന്താണ്, ആദ്യത്തെ 3യുടെ സ്ഥലത്ത് ഇവിടെ എന്ത് വരും, ഡിലീറ്റ് കൊടുത്തിട്ട് -4 വരും. പിന്നെ ഇപ്പുറത്ത് 1ൻ്റെ സ്ഥലത്ത് ഇവിടെ എന്ത് വരും, ഡിലീറ്റ് കൊടുത്തിട്ട് 7 വരും. അപ്പം ഇത് കൊടുത്താൽ R2ൻ്റെ R1ൻ്റെയും വാല്യൂസ് R2ൻ്റെ അടുത്ത് -4 കൊടുക്കുക, R1ൻ്റെ സ്ഥലത്ത് 7 കൊടുക്കുക. ഈ ഒരു സാധനത്തിൽ മാറ്റി കൊടുത്താൽ അപ്പോൾ -25 വന്നു കണ്ടാ. അപ്പോൾ ആ ഒറ്റ ഇക്വേഷനിൽ നമുക്ക് പരിപാടി അങ്ങ് നടത്താൻ പറ്റും. ചുമ്മാ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണ്ട. പിന്നെ അടുത്ത -1 ഉം 3 ഉം ആണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന R2 ആണ്. R2ൻ്റെ സ്ഥലത്ത് -1 വരണം. -1 വരാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ട് ഡിലീറ്റ് കൊടുത്തു, -1 കൊടുത്തു. പിന്നെ 3 നമ്മുടെ ഇക്വേഷനുള്ളതാണ്. R1 3 × 7. 7 എന്നുള്ള സ്ഥലം മാറി, ഈ 7 മാറിയിട്ട് ഇവിടെ എന്ത് വരും, 3 വരും. അല്ല ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ കിട്ടുന്ന വരും -10. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റുകയും ചെയ്യും കേട്ടോ. ഇനിയും ഇവിടെ -1 ഉം 3യുടെ സ്ഥലത്ത് -1 ഉം 3 ഉം ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന 3 അത് മാറിയിട്ട് 2 ഉം 1 ഉം ആണ്. അപ്പോൾ ഞാൻ -1 മാറ്റാൻ വേണ്ടിയിട്ട് -1 കൊണ്ട് ഡിലീറ്റ് കൊടുത്തിട്ട് 2 ഇട്ടു. പിന്നെ 3യുടെ സ്ഥലത്ത് ഡിലീറ്റ് കൊടുത്തിട്ട് 1 ഇട്ടു. അപ്പോൾ ഇത് -1 അത് കിട്ടും. അപ്പോൾ നമുക്ക് തെറ്റാതെ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് കണ്ട ഇവിടെ 3യുടെ സ്ഥലത്ത് ഇവിടെ എന്ത് വന്നു, 0 വന്നു. അതിനനുസരിച്ച് ബാക്കി എലമെൻറ്റ്സ് മാറുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത റോയിൽ ഈ ഒരു എലമെൻറ്റ് എന്തെങ്കിലും 0 ആക്കണം, 5 അങ്ങ് 0 ആക്കണം. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്താ, R3 ചേഞ്ചസ് ടു R3 ചേഞ്ച് ചെയ്യണം. 5 0 ആണെങ്കിൽ 5 - 5 വരണം. അപ്പം R3 നിന്ന് ഇവിടെ 5 വരണമെങ്കിൽ 5 × 1 ചെയ്താൽ മതി. അപ്പോൾ 5 × R1 ചെയ്യണം. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, R3 - അതായത് ഇതാണ് R3 - 5R1. അപ്പോൾ R3 - 5R1 എന്ന് പറയുമ്പം R3യുടെ സ്ഥലത്ത് 5 ആണ് കിടക്കുന്നത് ഫസ്റ്റ് എലമെൻറ്റ്. 5 നമ്മൾ അതേപോലെ കൊടുത്തു ഇൻറ്റു R1. R1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന 1 0 കിട്ടിയില്ലേ. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് അവിടെ എന്തായിപ്പോയി, 0 ആയിപ്പോയി. ഇനി അടുത്ത -2 ഉം 7 ഉം വരും. അപ്പോൾ 5 മാറ്റി, ആദ്യത്തെ ഈ 5 മാറ്റി അവിടെ R3യുടെ സ്ഥലത്ത് കിടക്കുന്ന -2 ആണ്. പിന്നെ R1ൻ്റെ സ്ഥലത്ത് ഈ 1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന 7 ആണ്. -37 വരും. പിന്നെ അടുത്ത ഇത് രണ്ടും കൂടെ 5 ഉം 3 ഉം. ഇപ്പോൾ 5 ഉം 3 എന്ന് പറയുമ്പോൾ -2ൻ്റെ സ്ഥലത്ത് ഡിലീറ്റ് ഇവിടെ എന്താണ് 5, മറ്റൊരു ഡിലീറ്റ് 3 -10 ഉണ്ടാ. പിന്നെ അടുത്ത എന്താണ് 4 1 ഉം. അപ്പോൾ 5 ഡിലീറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് തീരുവോടെ 1 -1. അപ്പോൾ R3 മാറി. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് R4ലെ ഫസ്റ്റ് എലമെൻറ്റാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ 0 ആക്കണം. എല്ലാ റോസിൻ്റെയും ഫസ്റ്റ് റോ വെച്ചിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ഫസ്റ്റ് എലമെൻറ്റ്സ് ആദ്യമേ നമുക്ക് 0 ആക്കാം. 1 ഇവിടെ മുകളിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാം. 1 വരാത്ത കേസ് നമുക്ക് ചെയ്യാൻ കേട്ടോ, അത് നമുക്ക് ചെയ്യാം. 1 കിട്ടാത്ത സമയത്ത് നമുക്ക് ചെയ്താലേ പറ്റൂ. R4 ചേഞ്ചസ് ടു 9 ആണ് വരേണ്ടത്. അപ്പോൾ R4 - ഇവിടെ 9 × R1 ചെയ്യണം അല്ലേ, 9 × R1. തൊട്ട് മുമ്പത്തെ പാർട്ട് കണ്ടാലേ ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നാം. അപ്പോൾ R4 - 9 × R1. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കുക, നമ്മൾ എഴുതുന്നത് R4 - 9 × R1. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. R4 എന്ന് പറയുന്നത് 9 ആണ്. ഇതാണ് സംഭവം. R4ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന 9 × R1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന 1. അപ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും. ഇനി അടുത്ത എലമെൻറ്റ് ഏതൊക്കെ, -3 ഉം 7 ഉം. ഇപ്പം 9ൻ്റെ സ്ഥലത്ത് ഈ -3 കൊടുത്തു, -3. ഈ 1ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു, 7 കൊടുത്തു. -66. ചിലപ്പോൾ പോയിൻ്റ് സംതിങ്ങൊക്കെ ചിലതിൽ വരും, അത് പേടിക്കൊന്നും വേണ്ട, ചെയ്തോളുക. പിന്നെ അടുത്ത 7 ഉം 3 ഉം. അപ്പോൾ ഇവിടെ -3 മാറ്റിയിട്ട് 7 കൊടുത്തു, 7 മാറ്റിയിട്ട് ഇവിടെ 3 കൊടുത്തു, -20. പിന്നെ അടുത്ത ഏതൊക്കെയാണ്, 7 ഉം 1 ഉം. അപ്പോൾ ഇവിടെ 7 തന്നെ, 7 ഇവിടെ എന്ത് എഴുതാൽ 1 കൊടുത്താൽ മതി, -2. കണ്ടോ, ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം 0 ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിൽ 3 സ്റ്റെപ്പിൽ സാധനം തീരും, ഒരുപാട് ചെയ്യാനുണ്ടെങ്കിലും.
അടുത്ത ഇവിടെ നമുക്ക് ഈ രണ്ട് റോ ഫിക്സ് ആയേ. ഇനി നമ്മൾ പരിപാടിയൊന്നും നടത്തണ്ട. ഫസ്റ്റ് റോയിൽ നോക്കിയില്ല, സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെൻറ്റ് സീറോ. ഇനി തേർഡ് റോയിൽ ആദ്യത്തെ 2 എലമെൻറ്റ് സീറോ ആകണം. അപ്പോൾ ഇതും കൂടെ സീറോ ആകണം. മൂന്നാമത്തെ റോയിലും ആദ്യത്തെ 2 എലമെൻറ്റ് സീറോ ആക്കിയായിരുന്നു. മൂന്നാമത്തെ റോയിൽ 3 എലമെൻറ്റ് സീറോ ആയതുകൊണ്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു എലമെൻറ്റും കൂടെ അടുത്ത സ്റ്റെപ്പ് എന്താക്കണം, സീറോ ആക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത എയിം, ഇതും സീറോ ആക്കണം എന്നുള്ളത്. അപ്പോൾ ഇതും സീറോ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മുകളിലുള്ള 2 എണ്ണത്തിന് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ മുകളിലുള്ള 2 എണ്ണം അതേപോലെ എഴുതി, അതായത് 1 7 3 1, ഇതിനൊരു ചേഞ്ചും ഇല്ല. താഴത്തെ ഈ സാധനത്തിനും ചേഞ്ചില്ല. 0 -25 -10 -1, ഇതിനും ചേഞ്ചില്ല. ഇനി ഈ മൂന്നാമത്തെ സാധനത്തിലാണ് ചേഞ്ച് വരുന്നത്. R3 ചേഞ്ചാണ്. R3യുടെ രണ്ടാമത്തെ എലമെൻറ്റ് സീറോ ആണ്. രണ്ടാമത്തെ എലമെൻറ്റ് സീറോ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു R3 R1 തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് 1 ഇവിടെ വന്ന് കയറും. അപ്പോൾ R1 R2 ഇത് രണ്ടും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ചേഞ്ചസ് 2 നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇതും മൈനസാണ്, ഇതും മൈനസാണ്. അപ്പോൾ ഇത് രണ്ടും -37 -25, രണ്ട് എൻ്റയർലി ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ ഇത് സീറോ ആക്കാൻ വേണ്ടി എളുപ്പമെന്ന് പറയുന്നത് രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് മൈനസ് ചെയ്താലേ സീറോ ആകത്തുള്ളൂ. അതായത് -37 കൂടത്തി -25 ചെയ്താൽ സീറോ ആവത്തില്ല. എന്നാലും മൈനസും കൂടെ എന്താവും, പ്ലസ് ആവും. വിച്ച് ഈസ് -37 + 25. അതെത്ര കിട്ടും? -37 + 25 -12 ആണ്. 37 + 25 എത്ര കിട്ടും? വലുതെന്ന് പറഞ്ഞ് -12 കിട്ടും. അപ്പോൾ ഇത് സീറോ അല്ല. സീറോ ആവണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ തന്നെ ഇവിടെയും കിട്ടണം. അതെങ്ങനെ കിട്ടും? ഇത് LCM ഒക്കെ എടുത്ത് അങ്ങനെ ഒരുപോലെ ഒരു കോമൺ മൾട്ടിപ്ലൈ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. ഇത്ര മാത്രം ആലോചിക്കാം. ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യണം. R3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന R3 മൈനസ് ഇത്. ഇപ്പോൾ രണ്ടും സെയിം വാല്യൂ ആയതുകൊണ്ട് രണ്ടും കൂടെ മൈനസ് ചെയ്താലേ സീറോ ആകത്തുള്ളൂ. സെയിം സൈൻ ആയതുകൊണ്ട് ഇത് മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്. ഇവിടെ രണ്ട് സ്ഥലത്തും പ്ലസ് ആണെങ്കിൽ രണ്ടും കൂടെ മൈനസ് ചെയ്താലേ സീറോ ആകത്തുള്ളൂ. രണ്ടും മൈനസ് ആണെങ്കിലും രണ്ടും മൈനസ് ചെയ്താലേ സീറോ ആകത്തുള്ളൂ. കൂടെ ആഡ് ചെയ്താൽ സീറോ ആകത്തില്ല. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ സീറോ വരത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, R3 ചേഞ്ചസ് ടു, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, R3 ചേഞ്ചസ് ടു R3 മൈനസ് R2 ആണ് എൻ്റെ ഓപ്പറേഷൻ. R3 മൈനസ് R2 ആണ് ഓപ്പറേഷൻ. ഈ R3 മൈനസ് R2 ചെയ്താൽ എനിക്ക് -12 കിട്ടത്തുള്ളൂ. എനിക്ക് സീറോ വരണം. സീറോ വരണമെങ്കിൽ ചെയ്യാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ സീറോ വരും. എന്ന് പറഞ്ഞാൽ ഈ 37 കൊണ്ട് ഇതിപ്പോൾ എന്താ R2 അങ്ങനെ സങ്കല്പിച്ചായി. ഈ 25 ഉണ്ട്, അതായത് സൈൻ നമ്മൾ എന്തായാലും സൈൻ വെച്ചിട്ട് രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് നമ്മൾ നടുക്ക് മൈനസ് ഇട്ടു. പിന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ട് സ്ഥലത്ത് ഒരു വാല്യൂ വരണം. R3യുടെ സ്ഥലത്തും R2ൻ്റെ സ്ഥലത്തും ഒരു വാല്യൂ ആണ്. അതിന് വേണ്ടി ചെയ്യാനുള്ളത് ഈ 25 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 37 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 25 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 37 × 25, അതായത് 25 കൊണ്ട് R3നെ മൾട്ടിപ്ലൈ ചെയ്യാം. R3നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, R3നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ R2നെ ഇവിടെ ഉള്ള 37 അല്ലേ, ഈ 37 കൊണ്ട് R2നെ ഈ 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 37 എടുത്ത് R2നെ മൾട്ടിപ്ലൈ, R2നെ 37 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പം -37, ഈ -37നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഈ മുകളിലത്തെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, മൈനസ് ഈ -25നെ മുകളിലുള്ള -25നെ താഴെയുള്ള 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഉപയോഗം എന്താ, ഇവിടെയും 37 × 25, ഇവിടെയും 37 × 25 വരും. മൈനസും കൂടെ നടുക്ക് എന്താവും, പ്ലസ് ആവുകയും ചെയ്യും. ഒരു പ്ലസ്സും ഒരു മൈനസും കൂടെ എന്തായി പോവും, സീറോ ആയി പോവുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുക, ഇതാണ് പരിപാടി. ഇവിടെ 5000 ഇവിടെ 4000 ആണെങ്കിൽ ഈ 4000 കൊണ്ട് താഴത്തെ 5000നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5000 കൊണ്ട് മുകളിലത്തെ 4000നെ മൾട്ടിപ്ലൈ, രണ്ടും കൂടെ മൈനസ് ചെയ്താൽ സീറോ ആയി. ഇത് 5/4, ഇത് 3/4 ആണെങ്കിൽ ഈ 3/4 കൊണ്ട് താഴത്തേനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5/4 കൊണ്ട് മുകളിലത്തേനെ മൾട്ടിപ്ലൈ, രണ്ടും കൂടെ മൈനസ് ചെയ്യുക, സീറോ ആകും. അപ്പോൾ ഒരേ എലമെൻറ്റ്സ് അപ്പുറവും ഇപ്പുറവും മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ ഏത് സാധനം വന്നാലും നിങ്ങൾക്ക് സീറോ ആക്കാം. എത്ര വലിയ വാല്യൂ വന്നാലും നിങ്ങൾക്ക് സീറോ ആക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓപ്പറേഷൻസ് വേറെ രീതിയിൽ നിങ്ങൾക്ക് സീറോ ആക്കാം. വേറെ പല കാര്യത്തിൽ LCM ഒക്കെ എടുത്ത് പോകണമെങ്കിൽ സീറോ ആക്കാം. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്താൽ ശരിയാവും നോക്കിയാൽ 25. ഇപ്പോൾ ആദ്യത്തെ എന്തായാലും ഫസ്റ്റ് ഈ രണ്ട് എലമെൻറ്റ്സ് വെച്ച് ഞാൻ ഒന്ന് പരീക്ഷ വയ്ക്കും. 0 0 25 × 0, ഫസ്റ്റ് എലമെൻറ്റ് 0, മൈനസ് 37 × R2 എലമെൻറ്റ് 0. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0. ഒബ്വിയസ്ലി അത് 0 ആയിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ടാണ്. ഇനി ഇവിടെ 0യുടെ സ്ഥലത്ത് 37 വരണം. R3 - R2 ആണേ. R3 ആദ്യം, അതായത് ഈ 0യുടെ സ്ഥലത്ത്
25 ഇൻറ്റു 0, 25 ഇൻറ്റു എത്ര വരണം, -37 വരണം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിട്ട് -37 ഇടുക. ഇനി ഇവിടെ 0യുടെ സ്ഥലത്ത് എന്ത് വരണം, -25 ഇട്ട് കൊടുക്കണം. അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴും 0 വന്നു ഉണ്ടാ. ഇനി അടുത്ത -10ഉം -10ഉം വരണം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നോക്കാം 0 ആയിരിക്കും വരണം. ഓക്കെ, ഡിലീറ്റ്. -10 അത് വേറെ വരും. -10 -10ഉം -10ഉം വ്യത്യാസമൊന്നുമില്ലല്ലോ, 120 എന്ന് കിട്ടും. അതേപോലെ എഴുതാം. കാൽക്കുലേറ്റർ ആയതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ -1ഉം -1ഉം ഈ -10ൻ്റെ സ്ഥലത്ത് -1, അപ്പുറത്ത് -1, -1 12 എന്ന് കിട്ടും. കണ്ട, കാൽക്കുലേറ്ററായിട്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും. കറുപ്പായിരുന്നു, ഈ രസമായിരുന്നു പോട്ട്. ഇനി R4 ചേഞ്ചസ് ടു, ഞാൻ ഒന്നും പറയുന്നില്ല. R4 ചേഞ്ചസ് ടു, R4 തൊട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം തൊട്ട് മുകളിലുള്ള സംഭവമായിട്ടാണ്. ഇപ്പോൾ ചേഞ്ച് ചെയ്ത സാധനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട, ഈ മുകളിലത്തുള്ള ഇതുമായിട്ട് പിടിച്ചാൽ മതി. ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വെച്ചാൽ ഈ R3 ആയിട്ട് എടുത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കളയരുത്. കാര്യം ഇവിടെ ഈ സാധനം ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതും ഈ ഒരു ഓപ്ഷനും വെച്ച് ചെയ്യാവൂ. മുകളിലത്തെ നമുക്ക് എന്തായാലും എലിമിനേറ്റ് ആയി, 1ഉം 0ഉം കൂടെ പറ്റില്ല. തൊട്ട് താഴെയുള്ള ഇത് വെച്ച് തന്നെ ചെയ്ത് R4 ചേഞ്ചസ് ടു, R4 മൈനസ് എന്താണ്, ഇത്ര R4 മൈനസ് എന്ത് ചെയ്യേണ്ടി വരും, ഇത്ര R2 എന്ന് ചെയ്യേണ്ടി വരും. എത്രയൊക്കെ ചെയ്യണം, ഇവിടെ 66, ഇവിടെ 25 ഈ എലമെൻറ്റ്സ് അല്ലേ 0, ഈ എലമെൻറ്റാണ് 0 ആക്കുന്നത്. 66ഉം 25 അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 66നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ R4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ, 25നെ 66 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ R2നെ 66 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതേപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി. 25 ഇൻറ്റു R4ൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 66 ഇൻറ്റു R2ൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് 0 കിട്ടി. അതവിടെ എഴുതി. രണ്ടാമത്തെ രണ്ട് എലമെൻറ്റ്സ് നോക്കുമ്പോൾ -66ഉം -25ഉം. ഇവിടെ 0 സ്ഥലത്ത് -66, ഇവിടെ 0 സ്ഥലത്ത് -25, 0 കിട്ടി. അത് 0. ഇനി അടുത്ത -20 -10, -20 -10 160. ഇനി അടുത്ത ഏതൊക്കെ, -2 -1, -2 -1, -2 -1. അവിടെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കാണാമല്ലേ, 16. കാൽക്കുലേറ്റർ കാണാമല്ലേ, കാൽക്കുലേറ്റർ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവിടെ ഒരു വെള്ളമില്ലട്ടം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വയ്ക്കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വെച്ചാൽ കാണാമല്ലോ. -2 -66 -1. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് എന്തായി, നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് ഇതോടെ 0 ആയി, അടുത്ത 2 എലമെൻറ്റ് 0 ആയി, അടുത്ത 3 എലമെൻറ്റ് 0 ആണ്. അതാണ്ട് ഇത് 0 ആയി. അപ്പോൾ ഇതും കൂടെ 0 ആക്കി നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ തീരും. അപ്പോൾ ഈ 3 റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, 3 റോസ് അതേപോലെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. 1 7 3 1. പിന്നെ അടുത്തെന്താ, 0 -25 -10 -1. ഒരു പ്രോബ്ലം ചെയ്യാം, ഒരു 3. ഇതെല്ലാം സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ്. സ്ക്വയർ അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അടുത്ത കൂടെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ചെയ്യാനുള്ള എല്ലാം കഴിഞ്ഞു. വലിയ കോംപ്ലിക്കേറ്റഡ് സാധനം വന്നാലും ഇതിലേക്ക് തീരും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ 0 ആവണം. ഇവിടെ 0 ആകുമ്പോൾ R4 ചേഞ്ചസ് ടു, ഒരു കാര്യം ആലോചിച്ചോളണം, 2 എലമെൻറ്റ്സ് 0 ആണ്. ഈ 0 മാറി കയറരുത്. 0 മാറി കയറണമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ 1 ഇവിടെ കയറും, 7 ഇവിടെ കയറും. അപ്പോൾ അത് നടക്കില്ല. ഇതും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ R4ഉം R2 കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ 0 ഓക്കെ, 25 ഇവിടെ കയറും. അപ്പോൾ അതും പറ്റില്ല. തൊട്ട് മുകളിലുള്ള ഇത് 0 ഇത് 0. അപ്പോൾ തൊട്ട് മുകളിലുള്ള എന്തുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, R4ഉം എന്തുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, R3 ആയിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാം. പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ളത് രണ്ടും ഒരു സൈനാണ്. അപ്പോൾ രണ്ടും ഒരു സൈനാണ്, മൈനസ് ചെയ്യണം. ഇനി എത്ര വെച്ച് പ്ലസ് ചെയ്യണം, എത്ര വെച്ച് മൈനസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഒരു കാര്യമുണ്ട്, ആക്ച്വലി 120 കൊണ്ട് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. R4 മൈനസ് 120 എന്ന് പറയുന്നത് ഇതൊന്നും കൂടെ മൈനസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് വലിയ സംഖ്യയൊക്കെ കിട്ടും, അത് വലിയ സംഖ്യ കിട്ടുമില്ല. പോട്ടെ. അപ്പോൾ ഈ പരിപാടി തന്നെ നടത്താം. അപ്പം ഇതും കൂടെ 0 ആവണം. അപ്പോൾ 160 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 160 കൊണ്ട് മുകളിലത്തെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം.
120 താഴത്തോണ്ട് മൾട്ടിപ്പിൾ ആണ്, 120 താഴത്തുണ്ട്. ഇതേ ഓപ്പറേഷൻ തന്നെ നടത്താം. വേറെ വേണമെങ്കിൽ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 10 എന്നാവും. അങ്ങനെ വെച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, ചെറുതാക്കി ചെയ്യാം. ഇത് നമുക്ക് ത്രൂ ഔട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതിനെ ത്രൂ ഔട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ ചെറുതാക്കി വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിന് അതൊക്കെ ചെയ്യുക. അപ്പോൾ അത് എന്താണ്ട് ഇങ്ങനെ അങ്ങ് എഴുതാമല്ലോ. 120 ഇൻറ്റു R4 0 മൈനസ് എന്താണ് 160 ഇൻറ്റു ഇവിടുത്തെ എലമെൻറ്റ് 0 കിട്ടും. അത് തന്നെയാണ് 0 അതും 0 തന്നെ വരും. പിന്നെ 160 120. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? 160 കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? 120 കൊടുക്കും അല്ലേ? 160 120. അപ്പോൾ അത് 0 വന്നു. 16 12. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? 16 കൊടുക്കും. ഇവിടെ നമ്മൾ 12 കൊടുക്കും. അപ്പോൾ 0 വന്നു. 0 ആയിപ്പോയി. ഒരു റോയും പോയി. ഇങ്ങനെ റോ കംപ്ലീറ്റ് പോയാൽ അപ്പോഴേ ഒരു സങ്കല്പം ചോളണം നിങ്ങൾ ചെയ്ത് എന്തോ ശരിയാണെന്നുള്ളത്. അങ്ങനെ പോയില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പോവാതെ ഇരിക്കാം. പോയാൽ നമുക്ക് എന്തോ ശരിയായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ തെറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? ഇത് മെട്രിക്സ് ബി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് റാങ്ക് ഓഫ് എ. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എന്താണ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ്. എത്ര റോസ് ഉണ്ട്? ഇത് നോൺ സീറോ ആണ്. ഇതിൽ ഫുള്ള് 0 അല്ല, ഇത് ഫുള്ള് 0 അല്ല, ഇത് ഫുള്ള് 0 അല്ല, ഇത് ഫുള്ള് 0. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പോൾ റാങ്ക് ഈസ് ഈക്വൽ ടു 3. സോ ദിസ് ഈസ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് വെച്ചിട്ട് ആണ് നമ്മൾ ഇത്രയും പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് അല്ലാതെ വന്നാൽ ഇത് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും ഒന്ന് ചെയ്തു നോക്കാം അടുത്തൊരു പാർട്ടായിട്ട്.